എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് സാങ് വിദേശത്തേക്ക് പോയി പഠിക്കാനായി പ്ലാൻ ചെയ്യുന്നു എന്ന കാര്യങ്ങൾ ചില ക്ലാസ്മേറ്റ്സ് വഴി ലിൻ അറിയുന്നുണ്ട്. അവൾ അതിനെപ്പറ്റി സാങ്ങിനോട് പോയി ചോദിക്കുമ്പോൾ എന്റെ പ്ലാൻസ് എന്തായാലും അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ ജാടയിലാണ് സംസാരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം അവൾ തന്നെ അവനോട് ഭയങ്കര ദേഷ്യത്തില് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ സംസാരിച്ചിരുന്നല്ലോ. അവൾ അത് അങ്ങനെ പറഞ്ഞത് അവന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. പക്ഷെ കാര്യങ്ങൾ എന്താണെന്ന് അവൻ അറിയില്ലല്ലോ. എന്തായാലും അവൻ ആ ഒരു കാര്യത്തിന് പുറത്ത് ഇപ്പോൾ അവളോട് തിരിച്ചിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവൾ കുറച്ച് അപ്സെറ്റ് ആയി പിന്നീട് ഇരിക്കുന്നത് മനസ്സിലാക്കുന്ന യാങ്ങിന് സാങ്ങിനും അവൾക്കും ഇടയിലുള്ള പ്രശ്നമാണത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അവൻ വിദേശത്തേക്ക് പോകാൻ പോവാണെന്നല്ല അറിഞ്ഞത്. അപ്പൊ അതിനു മുന്നേ നീ നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അവനോട് പറയുന്നെല്ലാം യാങ് ലിന്നിനോടും പറയുന്നു. പക്ഷെ അവളൊന്നും തുറന്നു പറയാനായി റെഡി ആവുന്നില്ലെങ്കിലും സാങ് അപ്പോഴേക്കും ലിന്നിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് അവളുടെ ഒരു ഡയറി അവൾ ക്ലാസ്സിൽ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു. ആ ഡയറി മറ്റാരുടെ കയ്യിൽ കിട്ടും മുന്നേ സാങ്ങിന്റെ കയ്യിൽ കിട്ടുകയും അവൻ അത് വായിക്കുകയും ചെയ്തു. അത് വായിക്കുന്ന അവൾക്ക് അവൾ പ്രസന്റ് ചെയ്യുന്ന ഇപ്പൊ പാസ്റ്റിലേക്ക് വന്ന് ഓരോ കാര്യങ്ങൾ അനുഭവിക്കുകയും കടന്നു പോവുകയും ചെയ്യുമ്പോൾ അതൊക്കെ ഈ ഡയറിയിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ അവൻ വായിക്കുന്നുണ്ട്. അവൾ ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് വന്നു, തന്നെ രക്ഷപ്പെടുത്താനായിട്ടാണ് അവൾ ശ്രമിക്കുന്നത്, തന്നെ ഇപ്പൊ അകറ്റാൻ നോക്കുന്നതും തന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നവൻ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവളെ തന്നെ ഹേർട്ട് ചെയ്ത് എന്തോരം സങ്കടപ്പെടുന്നുണ്ടാകുമെന്നാണ് അവൻ അത് വായിക്കുമ്പോൾ ഓർക്കുന്നത്. എന്തായാലും അവൻ ഈ ഡയറി വായിക്കുന്ന ഒന്നും തന്നെ ലിൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും സാങ് പോകുന്നു എന്ന കാര്യം അറിഞ്ഞ് സാനും ജിയും യാങ്ങും ഒക്കെ കൂടി അവനൊരു ചെറിയ ഫെയർവെൽ പാർട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അവന്റെ പാർട്ടിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ലിൻ അവന് വേണ്ടി കേക്ക് തയ്യാറാക്കാനായി തീരുമാനിക്കുന്നു. അവൾ ആ കേക്കുമായി ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നത് നേരിട്ടല്ല, ഒരു ടെഡി ബിയറിന്റെ ഡ്രസ്സിലാണ്. പക്ഷെ അവിടെ എത്തുന്ന അവളുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി കേക്ക് നേരെ അവന്റെ ദേഹത്തേക്ക് തന്നെ വീഴുന്നു. അവൾ ആ ടീം മാസ്ക് മാറ്റി അയ്യോ സോറി എന്നൊക്കെ പറയുമ്പോൾ പക്ഷെ അവൻ ഭയങ്കരമായിട്ട് അവളോട് ഷൗട്ട് ചെയ്യാണ്. ആദ്യം അത് സാരില്ലെന്ന രീതിക്ക് ഇരുന്ന അവൻ ഇത് അവളാണെന്ന് കാണുമ്പോൾ ആകെപ്പാടെ ദേഷ്യപ്പെടാണ്. ആക്ച്വലി അവൾ മാത്രം ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കരുത്, ഈ ചെറിയ ഫെയർവെല്ലിൽ അവൾ അറ്റൻഡ് ചെയ്യരുതെന്ന് അവന് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ചെറിയ ഫെയർവെൽ ഫംഗ്ഷൻ അവർ ഹോസ്റ്റ് ചെയ്യാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ പ്രത്യേകം അവളെ വിളിക്കേണ്ടെന്ന് അറിയിച്ചിരുന്നു. എന്നിട്ടും അവൾ ഇവിടെ വന്നല്ലോ എന്ന ഒരു ദേഷ്യം അവൻ അവിടെ തീർക്കുന്നുണ്ട്. അവൻ ഈ ചെയ്യുന്നത് അവൾ തനിക്ക് വേണ്ടി കുറെ സ്ട്രഗിൾ ചെയ്യുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവൾ വെറുത്ത് മാറി നിൽക്കണം എന്ന ആ ഒരു ഉദ്ദേശത്തിലാണ്. പക്ഷെ അവിടെ ഷൗട്ട് ചെയ്യുന്ന ടീം നീ എന്താ എന്നെ വെറും കോമാളിയായിട്ടാണോ കാണുന്നത്, നിനക്ക് തോന്നുമ്പോ എന്നെ വായി വരുന്നവരെന്നും പറയാ, അല്ലാത്തപ്പോ കൂട്ടുകൂടാനായി വരിക, ഇതൊന്നും അത്ര ശരിയല്ല എന്ന് പറഞ്ഞ് അവൻ ഷൗട്ട് ചെയ്യുമ്പോൾ കൂട്ടുകാർ അതിൽ ഇടപെട്ട് ആ സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായി നോക്കുന്നുണ്ടെങ്കിലും സാങ് നല്ല ദേഷ്യത്തിൽ തന്നെയാണ്. എന്തായാലും ലിൻ അവനീ പറയുന്ന ഒന്നും കാര്യമാക്കാതെ നമുക്ക് സാങ് പോകുന്നതിന് മുന്നേ ഉള്ള ക്രിസ്മസ് അടിപൊളിയായിട്ട് ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ അതവൻ റിജക്ട് ചെയ്യാണ്. എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. എന്തായാലും അവൾക്ക് ആകെപ്പാടെ സങ്കടാവുന്നുണ്ട്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ഒരു ന്യൂസ് ഇവരെല്ലാവരും കാണുന്നുണ്ട്. അത് ആ ഒരു ഗുണ്ട ഗ്യാങ്ങിലെ ലീഡർ ഒരു തീപിടുത്തത്തിൽ മരണപ്പെട്ടു എന്നുള്ള ന്യൂസ് ആയിരുന്നു. പക്ഷെ ആ സംഭവ സ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടി ഉപയോഗിക്കുന്ന കണക്കുള്ള ഹെയർ ആക്സസറി കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ഇത് ജസ്റ്റ് ഒരു തീപിടുത്ത മരണമാണോ അതോ കൊലപാതകമാണോ എന്നത് പോലീസ് അന്വേഷിക്കാൻ പോകുന്ന രീതിയിൽ ആ റിപ്പോർട്ട് വരുമ്പോൾ ആ ന്യൂസ് ലിൻ പേടിയോടുകൂടി നോക്കുന്നത് നമുക്ക് കാണാം. അതേ ടീം സാങ്ങും ആ ന്യൂസ് കാണുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്തും എന്തോ ഒരു വല്ലാത്ത ഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ ആ ടീം അവന്റെ കയ്യിൽ അതേ കണക്കുള്ള ഒരു ഹെയർ ബാൻഡും മുറുകെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി അത് ശരിക്കും ഒരു സാധാ മരണം അല്ലായിരുന്നോ? ലിന്നിന് അതിൽ എന്തെങ്കിലും പങ്കുണ്ടോ, അതോ ഇനി അത് ഈ ഒരു ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട് ലിന്നിന് അപകടം വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് സാങ് ഇടപെട്ട ഒരു മരണമാണോ അറിയില്ല. എന്തായാലും കണ്ടറിയാം. അങ്ങനെ എന്തായാലും അന്ന് രാത്രി ഇവരെല്ലാരും ഒത്തുകൂടുന്നുണ്ട്. ലിന്നും യാങ്ങും ജിയും ഉണ്ടായിരുന്നു. ലിൻ കുറച്ച് അപ്സെറ്റ് ആയിരിക്കാണ്. ഇങ്ങോട്ടേക്ക് സാങ് വരുവോ ഇല്ലയോ എന്നതാണ് അവളുടെ ആ ഒരു സങ്കടത്തിന് കാരണം. അത് മനസ്സിലാക്കുന്ന ജി അവൻ വരും, നീ മുഖം ഉറപ്പിച്ചിരിക്കണ്ട എന്ന് പറയുമ്പോഴാണ് അവളുടെ മുഖത്ത് ഒരു തെളിച്ചം വരുന്നത് തന്നെ. അങ്ങനെ അങ്ങോട്ടേക്ക് എത്തുന്ന സാങ് പക്ഷെ ലിന്നിനെ വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. അവൻ വന്നു എന്നും ഒരു പേരിന് അവിടെ വന്ന് വേഗം പോകാനായി നിൽക്കുമ്പോഴേക്കും ലിൻ വേറെ എന്തോ കാര്യം പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ അവൻ എനിക്കൊന്നിനും സമയമില്ല, അടുത്ത ദിവസമാണ് ഞാൻ അബ്രോഡിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ അവൾ ആകെ ഷോക്കായി നിൽക്കുന്നു. അവളോട് വലിയ ജാടയിൽ സംസാരിച്ചാവും, പക്ഷെ മുന്നോട്ട് നടക്കുന്തോറും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നത് നമുക്ക് കാണാം. അങ്ങനെ അടുത്ത ദിവസം ലിന്നിനെ കാണാനായി എത്തുന്ന അവളുടെ ചേട്ടൻ ഭയങ്കരമായി ഞെട്ടിക്കുന്ന ഒരു കാര്യം അവളെ അറിയിക്കുന്നുണ്ട്. അതായത് അവൾക്ക് ഈ മരണപ്പെട്ട ആ ഗുണ്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രശ്നം വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അവളുടെ ചേട്ടൻ അവൾ പറഞ്ഞത് പ്രകാരം തന്നെ ഇയാൾ ഇല്ലീഗലായി ഇങ്ങനെ പണം ഭയങ്കര തുക ആവശ്യപ്പെടുന്നു എന്നത് പോലീസിന് മുന്നിൽ കൊണ്ടുവരാനായി അയാൾ ഇതുപോലെ ചെയ്ത പല കാര്യങ്ങളുടെ ഇയാൾ ഇതുപോലെ ദ്രോഹിച്ച പല ആളുകളിൽ നിന്നൊക്കെ തെളിവ് ശേഖരിക്കാനായി നോക്കുകയായിരുന്നല്ലോ. ആക്ച്വലി ആ ഒരു കാര്യത്തിൽ ചേട്ടനെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ഒരു പയ്യൻ സഹായിക്കുന്നുണ്ടായിരുന്നെന്നും പക്ഷെ ആ പയ്യൻ ഇപ്പോ ഈ കൊലക്കേസ് ഏറ്റെടുത്ത് പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആവാൻ പോയിട്ടുണ്ടെന്നുമാണ്. ആരാണ് ആ പയ്യൻ എന്ന ഡീറ്റെയിൽ ഒന്നും ചേട്ടൻ അറിയില്ല. പക്ഷെ ചേട്ടൻ ഇത്രയും പറയുമ്പോൾ തന്നെ അത് സാങ് ആണെന്ന് മനസ്സിലാക്കുന്ന ലിൻ വേഗം വെപ്രാളത്തിൽ പോലീസ് സ്റ്റേഷൻ അവിടേക്ക് ചെന്ന് അന്വേഷിക്കുമ്പോഴേക്കും ഈ ഒരു കേസിന്റെ കുറ്റം ഏറ്റെടുക്കാൻ വേണ്ടി ഒരു പയ്യൻ വന്നിരുന്നു എന്നും പക്ഷെ അവൻ ഇന്നസെന്റ് ആണ്, അവനല്ല യഥാർത്ഥ കൊലയാളി എന്ന് അവൻ കാര്യം പറയുമ്പോൾ
തന്നെ മനസ്സിലാക്കുന്ന പോലീസ് അപ്പോഴേക്കും അവരുടെ സസ്പെക്ട് ലിസ്റ്റിലുള്ള ഒരാളാണ് ഈ ഗുണ്ടാ നേതാവിനെ കൊന്നതെന്ന് മനസ്സിലാക്കി അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പയ്യനെ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോഴാണ് അവൾക്ക് സമാധാനം ആവുന്നത്. ആക്ച്വലി അന്ന് ദിവസം രാത്രിയിൽ അയാളായിട്ട് അവളെ ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നല്ലോ, സാങ്ങിനെ ഉപദ്രവിക്കുന്നൊക്കെ പറഞ്ഞ്. അത് പ്രകാരം അവളായിട്ട് അയാളെ കാണാനായി അവിടെ ചെല്ലുമ്പോഴേക്കും അയാളുടെ തന്നെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ഒരു പയ്യൻ കൊല്ലുകയും അവിടെ തീയിടുകയും ചെയ്യുന്ന കാഴ്ച അവൾ കണ്ടിരുന്നു. അവൾ ആ കാഴ്ച കണ്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും ഇതോടുകൂടി എല്ലാം അവസാനിച്ചല്ലോ, ഈ ദുഷ്ടന്റെ അവസാനം ഇങ്ങനെ തന്നെ വേണമെന്ന് അവൾ മനസ്സുകൊണ്ട് ഓർത്തിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത്. പക്ഷെ അപ്പൊ അവളുടെ കയ്യിൽ നിന്ന് മിസ്സായ ഹെയർ ബാൻഡ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അല്ലാതെ അവൾക്ക് ഈ ഒരു കൊലപാതകത്തിൽ യാതൊരു പങ്കുമില്ല, സാങ്ങിനും പങ്കില്ല. ഇതായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് നടന്നത്. എന്തായാലും സമാധാനാകുന്ന അവൾ തുടർന്ന് സാങ്ങിനെ അന്വേഷിക്കുമ്പോഴേക്കും അവൾക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഒന്ന്, അവൻ അവളുടെ ഡയറി കിട്ടി അത് വായിച്ചിരുന്നു എന്ന കാര്യം. അതുകൊണ്ടാണ് അവൻ അവളോട് ലാസ്റ്റ് ആയപ്പോ ഇങ്ങനെ അവളെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ അവളുടെ സേഫ്റ്റിക്കും അവളുടെ മനസ്സ് വിഷമിക്കാതിരിക്കാനും വേണ്ടി പെരുമാറിയത് എന്ന കാര്യം. രണ്ടാമതായി, അവൻ വിദേശത്തേക്ക് പോകാനായി എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു എന്ന കാര്യം. വേഗം തന്നെ അവൻ അങ്ങനെ മിസ് ചെയ്യരുതെന്ന് തോന്നുന്നവൾ വിദേശത്തേക്ക് പോകുന്നതിന് മുന്നേ അവനെ കാണാനായി പുറപ്പെടുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അവളുടെ ഉള്ളിലുള്ള ചിന്ത ഒരു കാര്യം മാത്രമായിരുന്നു. അവനെ എത്രത്തോളം താൻ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ അതിലേറെ അവൻ തന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ താനാണ് ആ കുറ്റം ചെയ്തതെന്ന തെറ്റിദ്ധാരണയിൽ ആ ഒരു ഹെയർ ബാൻഡിന്റെ ന്യൂസ് ഒക്കെ കണ്ടിട്ട് അവൻ തനിക്ക് വേണ്ടി കുറ്റം ഏറ്റെടുക്കാൻ പോയത്. താൻ ഹർട്ട് ആവാതിരിക്കാൻ വേണ്ടി അവന്റെ എല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ച് ഇവിടെ നിന്ന് പോകാനായി തീരുമാനിച്ചതെല്ലാം അവൻ തനിക്ക് വേണ്ടി ചെയ്തതാണെന്ന് മനസ്സിലാക്കുന്നവൾ എയർപോർട്ടിൽ എത്തുകയും അവിടെ അവനെ കാണുകയും ചെയ്യുന്നു. ദൂരെ നിന്നാണ് കാണുന്നത്. എന്തായാലും അവൻ പോകുന്നതിന്റെ സങ്കടവും എന്നാൽ പോകുന്നതിന് മുന്നേ അവനെ കാണാൻ പറ്റിയില്ല എന്ന ഒരു സന്തോഷവും ഒക്കെ കൂടി ചേർന്ന ഒരു മിക്സഡ് ഫീലിംഗിൽ അവൾ അവിടെ നിൽക്കുകയായിരുന്നു. എന്തായാലും അവളെ അവിടെ കാണുന്നവൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവൾ എല്ലാത്തിനും സോറി എന്നും താങ്ക്സ് എന്നും അവനോട് പറയുമ്പോഴേക്കും അവൻ അതിന് മറുപടിയായി അവളോട് ഐ ലവ് യു എന്നാണ് പറയുന്നത്. ഇതുവരെ അവൻ ഐ ലവ് യു എന്ന് പറയാൻ പറ്റാതെ മരണപ്പെടുന്ന സമയങ്ങളിലാണ് അവൾ ടൈം ട്രാവൽ ചെയ്ത് തിരിച്ച് ഫ്യൂച്ചറിലേക്ക് പോയിരുന്നതെങ്കിൽ ഇപ്പോൾ അവൻ ഐ ലവ് യു എന്ന് പറയുമ്പോൾ അവൾ തിരിച്ച് ഫ്യൂച്ചറിലേക്ക് പോകുന്നു. അങ്ങനെ ഫ്യൂച്ചറിൽ ഇത്തവണ തിരിച്ചെത്തുന്ന അവൾക്ക് അവനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ, അവൻ മരിക്കാതിരിക്കാനായി തനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചല്ലോ എന്ന ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ പാസ്റ്റ് ലൈഫിൽ അവൾക്ക് വേണ്ടി മരണം അടഞ്ഞ സാങ്ങിനെ ഇപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി അവളുടെ പ്രസന്റും അവൾ ആഗ്രഹിച്ച കണക്ക് നല്ല രീതിക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും അവൾ പാസ്റ്റിലേക്ക് പോവില്ല, അവളുടെ പ്രസന്റ് ലൈഫ് സന്തോഷകരമായി ലീഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ആ ഒരു സംഭവങ്ങൾ നടന്ന് 2 വർഷം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ ലിൻ വളരെ ഹാപ്പിയായി അവളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടാണ്. ഇതിന്റെ ഇടയിൽ സാനിന്റെയും ടെങ്ങിന്റെയും മാരേജ് കഴിഞ്ഞ് അവരങ്ങനെ തട്ടിമുട്ടി മുന്നോട്ട് പോവാണ്. ലിന്റെ ലൈഫ് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ഒരു ടൈം സാങ് ജീവനോടെ ഉണ്ട്, പക്ഷെ എവിടെയാണെന്ന് അവൾക്ക് അറിയില്ല. അവനെ പറ്റി യാതൊരു വിവരവും അവൾക്ക് ഇതുവരെ ഇല്ല. ഫ്യൂച്ചർ നല്ല രീതിക്ക് മാറുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും അവൻ മരിക്കാതെ ആഗ്രഹിച്ച കണക്ക് തന്നെ വെറ്റിനറി സയൻസ് പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോയിട്ടുണ്ടാകും എന്ന് അവൾ ഹോപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ വിദേശത്ത് പോയി അവൾക്കും പഠിക്കാനായി ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അങ്ങനെ ഒരു അവസരം അവൾക്ക് കിട്ടുകയും തുടർന്ന് അവൾ വിദേശത്ത് പോകുമ്പോൾ ആദ്യം അവനെ ഒന്നും അവൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് എന്നാൽ എന്തെങ്കിലും കണ്ടുമുട്ടാൻ സാധിക്കും, അവൻ എവിടെയെങ്കിലും ഹാപ്പി ആയിട്ടുണ്ടല്ലോ എന്ന ഒരു സന്തോഷത്തിൽ അവൾ ഉള്ള ഒരു ദിവസം അന്ന് അവിടെ ആ വർഷത്തെ ആദ്യത്തെ മഞ്ഞ് പെയ്യുന്നുണ്ട്. ആ മഞ്ഞ് കാണുന്നവൾ ഒന്നിച്ച് ഇതുപോലെ വർഷത്തിൽ ആദ്യമായി പെയ്യുന്ന മഞ്ഞ് കാണണമെന്ന് അവർ പണ്ട് ആഗ്രഹിച്ചിരുന്ന കാര്യം ഓർത്ത് ആകെ ഇമോഷണലായി നിൽക്കുമ്പോഴേക്കും അവൾ ആദ്യം ഫ്യൂച്ചറിൽ നിന്ന് പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് പോയ സമയത്ത് ആ മഴയത്ത് അവൾക്ക് കൊടയുമായി വന്ന സാങ്ങിനെയല്ലേ അവൾ ആദ്യമായി കണ്ടത്. അതേ കണക്ക് ഇന്നും കുടയുമായി ഒരാൾ അവളുടെ അടുത്തേക്ക് എത്തുന്നു. തിരിഞ്ഞു നോക്കുന്നതിന് മുന്നേ തന്നെ ഈ മഞ്ഞത്ത് തനിക്ക് കുടയുമായി വന്നെത്തിയത് തീർച്ചയായും സാങ് തന്നെ ആയിരിക്കും എന്ന ആ ഒരു പ്രതീക്ഷയിൽ തിരിഞ്ഞു നോക്കും മുന്നേ തന്നെ ഒരുപാട് ഹാപ്പി ആയി നിൽക്കുന്ന ലിന്നിനെ കാണിച്ചുകൊണ്ട് അവർ അങ്ങനെ വീണ്ടും ഒന്നിച്ചിട്ടുണ്ടാകും എന്നൊരു സൂചന നൽകിക്കൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാലും മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് പുതിയൊരു ഡ്രാമ ഉടനടി തുടങ്ങി അതുമായി കണ്ടുമുട്ടാം. ബൈ.